3 മാസം കൊണ്ട് തീരേണ്ട വർക്കാണ് ഇവർ രണ്ടാളും ഈ സ്റ്റേ ഓർഡറുമായി ബന്ധപ്പെട്ട് ഈ വർക്ക് ഒരു കൊല്ലത്തേക്ക് എത്തിച്ചത്. 1.5 മീറ്റർ വീതിയിൽ നമുക്ക് സ്ഥലമെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു വാക്ക് തന്നില്ല. എങ്കിലും വിശ്വാസമല്ല, ഓരോരോ നടത്തുന്ന പരിപാടി നടത്തട്ടെ. ഇതിൽ ഇവർ കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ രൂപം ഭാവമൊക്കെ നാളെ ഇന്നലെ നാളെ മാറ്റും. അത് ഉറപ്പാണ്, ജനങ്ങളായിട്ട് കൊടുക്കും. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂർ നഗര വികസനം അട്ടിമറിക്കുന്നു എന്ന ആരോപണം. കെട്ടിട ഉടമയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം. നഗരവികസനം പൊതുമരാമത്ത് നിർദ്ദേശപ്രകാരമുള്ള രീതിയിൽ പ്രവൃത്തി നടക്കാത്തതിനാൽ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ചു. നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ കെട്ടിട ഉടമ പൊതുമരാമത്ത് വകുപ്പ് നൽകിയ നിർദ്ദേശം മറികടന്ന് വീതി കുറച്ച് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചും ഒരു കെട്ടിട ഉടമ നിർമ്മിച്ച നടപ്പാത ഷട്ടറിനുള്ളിലായതിലും പ്രതിഷേധിച്ചായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം. ഒടുവിൽ പൊതുമരാമത്ത് AE ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധക്കാർ വിളിച്ചു വരുത്തി റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള നടപ്പാതകൾ ഒരേ വീതിയിൽ നിർമ്മിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് നടപ്പാതയുടെ ഗുണം ലഭിക്കൂവെന്നും കെട്ടിട ഉടമയെ AE അറിയിച്ചു. ഇതേ തുടർന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു. നഗരവികസനത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന ഈ 2 കെട്ടിട ഉടമകളെ നിരവധി തവണ നടത്തിയ ചർച്ചകളിലൂടെയാണ് നഗരവികസനത്തിന് അനുകൂല നിലപാട് സ്വീകരിപ്പിച്ചത്. എന്നാൽ ഇവർ നടപ്പാത നിർമ്മിച്ചു നൽകാമെന്ന് നൽകിയ ഉറപ്പിലാണ് കെട്ടിട ഉടമകളെ അവരുടെ കെട്ടിടങ്ങൾക്ക് മുമ്പിലെ പ്രവൃത്തി ചെയ്യാൻ അനുവദിപ്പിച്ചത്. ഒരു കെട്ടിട ഉടമ പൊതു നടപ്പാത ഷട്ടറിനുള്ളിലാക്കിയപ്പോൾ രണ്ടാമത്തെ കെട്ടിട ഉടമ ഓവിച്ചാൽ നിർമ്മാണത്തിൽ വീതി കുറച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. ലോഡ്ജ് മാലിന്യങ്ങൾ കെട്ടിട ഉടമ പഴയ ഓവിച്ചാലിലേക്ക് ഒഴുക്കുന്നതിനെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം താക്കീതു നൽകി. ഇവിടെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിലാദ്യമായി ഷട്ടർ ഇട്ട ഒരു ഫുട്പാത്ത് ഉള്ള രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ ഇവിടെ വർഷങ്ങളോളം ജീവിച്ച് ഞങ്ങൾ നാട്ടുകാരായ ആളുകൾക്ക് കച്ചി രാഷ്ട്രീയഭേദം തന്നെ നല്ല പ്രതിഷേധമുണ്ട്. അത് ഈ ബിൽഡിംഗ് ആളുകളെ അറിയിച്ചു. ഈ രീതിയിൽ പണി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഈ ലോഡ്ജ് നിൽക്കുന്ന അവരുടെ സ്കൂളുകൾ ഡ്രൈനേജിലാണ് നിൽക്കുന്നത്. അങ്ങനെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഡ്രൈനേജ് മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യം ടൗണിൻ്റെ നവീകരണവും വീതിയും ഈ ബ്ലോക്കിൻ്റെ ഗതാഗതക്കുരുക്കുമാണ്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പണി അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവരൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് എഞ്ചിനീയർ കൊണ്ടുവന്നതിന് ശേഷം ആൾ പരിശോധിച്ചതിന് ശേഷം അതിന് പണി നടക്കുള്ളൂ എന്ന് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺട്രാക്ടറും അതിൻ്റെ കോൺട്രാക്ടറാണിത്. കോൺട്രാക്ടറും പറഞ്ഞ് ഇനി അവരൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ ചെയ്യൂല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. ഞങ്ങൾ ഇത് അധികം ദിവസം കാത്തിരിക്കാൻ ഞങ്ങൾക്കൊണ്ട് എന്തായാലും കഴിയില്ല. ഈ വെയിലിൻ്റെ സമയത്ത് തന്നെ റോഡിൻ്റെ ടാറിങ് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തീർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ ഇരുഭാഗത്തെയും നടപ്പാതകൾ ഒരേപോലെ നിർമ്മിക്കുന്നുവെന്നത് അധികൃതർ ഉറപ്പുവരുത്തേണ്ടതുമാണ്. A+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.